ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും VGS ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്വാദിഷ്ടമായ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ്. ആദ്യം തന്നെ ചിക്കൻ കഴുകിയത് നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് സവാള അരിഞ്ഞത്, തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് നടു കീറിയത് എന്നീ സാധനങ്ങളാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് ആയി വരുന്നത്. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ച് ഗ്രാമ്പു, പട്ട, കറിവേപ്പില എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള കുറച്ചായി നമുക്ക് ചട്ടിയിലോട്ട് ചേർക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും ചെറുതാക്കി അരിഞ്ഞതും കൂടി നമുക്ക് അതിലോട്ട് ചേർക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് നടു കീറിയതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉപ്പിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പരുവമാവുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു 1-2 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവം കിട്ടും. ഇതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം വെള്ളം ഒഴിക്കുക. നമുക്ക് എത്ര ചിക്കൻ കറിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കിയതിന് ശേഷം ചിക്കനും കൂടി ഇട്ട് നന്നായി ഇളക്കാം. അതിനുശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. പക്ഷേ നമുക്ക് ഒരു സൂത്രപ്പണിയും കൂടിയുണ്ട്. പച്ച കുരുമുളക് ചതച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.